ഹലോ. ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഞാനെന്നായിരിക്കും. കാരണം ഇന്ന് ഞാൻ നാട്ടിൽ പോകുന്ന ദിവസമാണ്. അപ്പം ഈ വീഡിയോ എൻ്റെ കൂടെ കൂടിക്കോ, നാട്ടിൽ പോകുന്ന കാഴ്ചകളെ കാണാം. ഹലോ. അങ്ങനെ എന്നെ വിളിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് വന്ന് ഞങ്ങളിപ്പോൾ കാറിൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലെ റെഡിങ് എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഹീത്രോ ടെർമിനൽ 5ലേക്കും 4ലേക്കും. ഞാൻ എൻ്റെ സുഹൃത്തിനോടൊപ്പം കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം 45 മിനിറ്റ് സമയമെടുക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഹീത്രോ ടെർമിനൽ 4ലെത്താൻ. 1886 ഏപ്രിലാണ് ഹീത്രോ ടെർമിനൽ 4 യാത്രികർക്കായി സമർപ്പിച്ചത്. ലണ്ടനിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പിക്കഡലി അണ്ടർഗ്രൗണ്ട് വഴിയും എലിസബത്ത് ലൈൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ടെർമിനൽ 4ലെത്താം. നിങ്ങൾക്ക് ടെർമിനൽ 4ൽ നിന്ന് 5ലേക്കോ മറ്റേതെങ്കിലും ടെർമിനലിലേക്കുള്ള യാത്ര അണ്ടർഗ്രൗണ്ട് റെയിലിൽ സൗജന്യമാണ്. കാറ് നിങ്ങൾക്ക് എയർപോർട്ടിലോട്ട് കയറ്റണമെങ്കിൽ 6 പൗണ്ട് ഫീ ഈടാക്കണം. ഇത് ടെർമിനൽ 4ൻ്റെ ഉൾവശമാണ്. ഞാൻ കുറച്ച് നേരത്തെ എത്തി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ഡിപ്പാച്ചറിലുള്ള റെസ്റ്റോറൻ്റാണ്. ഞാൻ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നേരത്തെ ഞാൻ അവിടെ എത്തിയതാണ്. വീട്ടിലൊക്കെ വിളിച്ചു, എയർപോർട്ടിൽ എത്തിയെന്ന് അറിയിച്ചു. എത്ര മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമെന്ന് നോക്കിയാണ് ഈ സ്ക്രീനിൽ ഞാൻ. ഫ്ലൈറ്റ് നമ്പറും പേരൊക്കെ ഒരുവിധം കണ്ടുപിടിച്ചു. 6:15 ചെക്ക് ഇൻ ടൈം. ഇപ്പോൾ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 8:15 ഒരു ഫ്ലൈറ്റ് ഫുള്ളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജൂലൈയിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ അത് നമുക്ക് 8:15 നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മണി ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ മണി 9 ഞങ്ങൾ 5 മലയാളികളുണ്ട്, 4 മലയാളികളുണ്ട്. ഇപ്പം വേറെ രാജ്യക്കാരും ഉണ്ട്. ഈ 9:45 പോകേണ്ട ഫ്ലൈറ്റിൽ പോകാനുള്ള 5 പേര് അവരിനി നാളെ ഫ്ലൈറ്റ് തരുമെന്നാണ് പറയുന്നത്. അതിനി അവർ അബുദാബിയിൽ വിളിച്ച് അബുദാബിയിൽ നിന്ന് ഈ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ യാത്ര മുടങ്ങി നിൽക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ 4 പേര്. അപ്പോൾ ശരിക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ എത്തിഹാദ് എയർവേസിൻ്റെ ചെക്കിങ് സ്പോട്ടിലോട്ട് ചെന്നു. അപ്പോൾ സമയം ഒരു 6:15 ആയിട്ടേ ഉള്ളൂ. ചെക്ക് ഇൻ ചെയ്യാൻ കാണിച്ച സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തിച്ചെന്നു. അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡാണ്, ഏതെങ്കിലും ക്യാൻസലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഞാൻ ജൂലൈയിൽ ബുക്ക് ചെയ്തതാണ്, അപ്പോൾ എനിക്ക് ഇത് കിട്ടില്ല, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തതാണ് എന്നുള്ള എൻ്റെ വ്യാകുലതകളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഓവർ ബുക്ക്ഡാണ്, ഇത് ഇഷ്യൂ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്, ഞങ്ങളത് കോമ്പൻസേഷൻ തരാം, അക്കോമഡേഷൻ ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ഇനിയും ഇതിൻ്റെ കണക്ട് ചെയ്ത് ഓരോ യാത്രയുണ്ട്, തിങ്കളാഴ്ച എനിക്കൊരു യാത്രയുണ്ട്, അത് ഏർലി മോർണിംഗ് ഞാൻ പോവുകയാണ്, അപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും എന്നൊക്കെ ഞാൻ അവരോട് സംസാരിച്ചു. അങ്ങനെ 2 മണിക്കൂർ ശേഷം എന്നോട് വരാൻ ആവശ്യപ്പെട്ടു. ഒരു 8:15 ഞാൻ വീട്ടിൽ ഒരു 8:15 ചെന്നു. 8:15 മുമ്പ് ചെന്നു, 8 മണിയായപ്പോൾ ചെന്ന് സംസാരിച്ചപ്പം ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട്. ഞാൻ ആ പോകുന്ന ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് പോകാൻ തന്നെ 3 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. പിന്നെ കൊച്ചിയിലോട്ട് പോകുന്ന ഒരാളുണ്ട്, മറ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇതായിരുന്നു. കുറേ നേരം സംസാരിച്ചു, കൂടെ ഉണ്ടായിരുന്നവർ തർക്കിച്ചു. കാരണം പെങ്ങളുടെ കല്യാണം എൻഗേജ്മെൻറ്റൊക്കെ ആയിട്ട് നാട്ടിൽ പോകുന്നവരുണ്ട്, നാളെ മധുരം വയ്പ്പ് ചടങ്ങൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ആ ചടങ്ങിപ്പോൾ മിസ്സാവും, നാളെ ഉള്ളൂ ഇനി ഫ്ലൈറ്റ്. അവസാനം സംസാരത്തിനൊടുവിൽ നാളെ രാവിലെ, അതായത് ഞായറാഴ്ച 19 ഞായറാഴ്ച രാവിലെ 9:30 ലണ്ടൻ ഹീത്രോന്ന് അബുദാബിക്ക് പോകുന്ന ഫ്ലൈറ്റ്. അബുദാബിയിൽ നിന്ന് അതിന് തുടർന്നൊരു 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈമില്ല, നമുക്ക് ലേ ഓവറില്ല, ലെസ് ദാൻ 2 മണിക്കൂർ ലേ ഓവറിൽ അടുത്തൊരു ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് എത്തുന്നത് വെളുപ്പിന് 2:50, തിങ്കളാഴ്ച വെളുപ്പിന് 2:50. ഞാൻ ശബരിമലയിൽ പോകാനായിട്ട് നിശ്ചയിച്ച് എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തു വെച്ചിരിക്കുന്നത് മലയ്ക്ക് പോകാനുള്ള അയ്യപ്പൻ കെട്ട് സ്റ്റാർട്ട് ചെയ്തത് 6 മണിക്ക്, 2:50 ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അപ്ഡേറ്റ്. അപ്രതീക്ഷിതമായ കുറേ കാര്യങ്ങളാണ് നടന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നാട്ടിൽ പോകുന്ന ഓർത്ത്. പിന്നെ ഇതൊക്കെയാണ് നടന്നത്. ഇതിനിടയ്ക്ക് ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അപ്പം ഡീറ്റെയിലായിട്ട് ഇപ്പോൾ പറയാൻ വിചാരിച്ച്. ടെർമിനൽ 4ലുള്ള ഹിൽട്ടൺ ഹോട്ടലിലാണ് അക്കോമഡേഷൻ തന്നത്. ഡിന്നർ കഴിക്കാനുള്ള ഒരു കൂപ്പണും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കൂപ്പണും ഉണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന റൂം കാണിക്കുകയാണ്. എൻ്റെ പെട്ടിയാണ് ഇരിക്കുന്നത്.
ഒരു സംഭവം കാണിക്കാം. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വെൽക്കം കിട്ടുന്നത്. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ക്യാൻഡറി വാർഫാണ്. അത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് റൂം. ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ പെട്ടിയൊക്കെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ബെഡ്, ഫോണ്, കസേര. ഇവിടെയാണ് വിൻഡോ. ഇപ്പോൾ മണി 11:30 ആവാൻ 10 മിനിറ്റ്. ജസ്റ്റ് വിൻഡോ കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെ ഫ്ലൈറ്റ് ഓവർ ബുക്ക്ഡ് ആണെന്നുള്ള റീസൺ പറഞ്ഞ് നമ്മളൊന്ന് പോസ്റ്റ്പോൺ ചെയ്യുക, നമ്മുടെ യാത്ര പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരിക. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കും എനിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? പറയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. നാളെ രാവിലെ 9:30 അടുത്ത ഫ്ലൈറ്റ്. നമുക്കിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കണം. രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ത്രില്ലാണ്. പക്ഷേ യാത്ര ഡിലേ ആയതിൻ്റെയും പ്ലാനൊക്കെ മാറിയതിൻ്റെയും ഒരു സങ്കടമുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറി കിട്ടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോഴാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എടുത്തത് ഹാഷ് ബ്രൗൺസ്, ഒരു വെജ് കട്ട്ലേറ്റ് പോലത്തൊരു സംഭവം കണ്ടത്, ഒരു ടൊമാറ്റോ, കുക്കുമ്പറിൻ്റെ പീസ്, റൈസിൻസ്, പിന്നെ കുറച്ച് ഫ്രൂട്ട് കട്ട്സ്. ഫുഡേ കഴിച്ചു, ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി. ഞാനിപ്പോൾ ഈ നടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്പോട്ടിലേക്കാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ ഞാൻ ഈ നടന്നു ചെല്ലുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു ഫ്രെയിമിലേക്കാണ്. സ്റ്റാർലൈറ്റ് ബാർ റെസ്റ്റോറൻറ്റ് ബൈ വതസ്പൂൺ. ഞാനിവിടെ ഏകദേശം ഒരു 7-8 മാസം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കണ്ടു. അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾക്കായി ഷൂട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റായി ഞാൻ എന്തിന് ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തതെന്ന് ചോദിച്ച പലരും ഉണ്ട്. ഇവിടെ നിന്നിട്ടാണ് ഞാനൊരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തത്. പല സ്കിൽസും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഞാൻ അത്യാവശ്യം സമ്പാദിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ എൻ്റെ മോശം സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പ്ലേസാണ് വതസ്പൂൺ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ WH സ്മിത്ത്. അവിടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാനെല്ലാം ഒന്ന് എടുത്തു, വിലയൊക്കെ നോക്കി. ഇത് കണ്ടോ, ലണ്ടനിലെ ഫേമസ് ടെലിഫോൺ ബൂത്തിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള അകത്ത് മിഠായികളാണ് വരുന്നത്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ലണ്ടനിലെ ഡബിൾ ഡെക്കർ റെഡ് കളർ ബസ്സിൻ്റെ ഷേപ്പിലുള്ളത്. ശരിക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ചോക്ലേറ്റും കുക്കീസൊക്കെ കഴിക്കുകയും ചെയ്യാം. വീട്ടിൽ നമുക്കിതൊരു സുവനീറായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. 10 പൗണ്ടും 15 പൗണ്ടൊക്കെയാണ് ഇതിൻ്റെ വില. തൊട്ടപ്പുറത്ത് കുറേ കീച്ചെയിനുകളുണ്ട്. ലണ്ടൻ ബസ്സിൻ്റെയും ഐ ലവ് ലണ്ടൻ, അപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ ടെലിഫോൺ ബൂത്തിൻ്റെ അതേ ഷേപ്പിലുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തു. പതിയെ ഗ്ലാസ്സിലൂടെ പുറത്തോട്ട് നോക്കി. ദേ കിടക്കുന്നതാണ് ഇടതുവശത്ത് നമ്മുടെ പോകുന്ന എത്തിഹാദ് എയർവേസിൻ്റെ ഫ്ലൈറ്റ്. ഗേറ്റിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി ഫ്ലൈറ്റിലേക്കുള്ള നടത്തമാണ്. ഇന്നലെ രാത്രി 9:45 പോകേണ്ട ഞാനായിരുന്നു. ഇന്ന് രാവിലെ 9:30 ഫ്ലൈറ്റിലേക്ക് കയറുന്നു. നല്ല തിരക്കായിരുന്നു ഫ്ലൈറ്റിൽ. ഒടുവിൽ സീറ്റെത്തി. റാം കെയർ ഓഫ് ആനന്ദി വായിക്കാമെന്ന് വിചാരിച്ചെടുത്തു. പക്ഷേ എൻ്റെ മനസ്സ് ചെന്നെത്തിയത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലാണ്. അതൊന്ന് പ്ലേ ചെയ്യാമെന്ന് കരുതി. കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം എനിക്കത് പ്ലേ ചെയ്യാൻ പറ്റി. വളരെ നല്ല സിനിമയായിരുന്നു. പറ്റുമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൂടെ കാണണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ നോക്കണേ. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് എത്തി. ഞാൻ വെജിറ്റേറിയൻ ഡിഷസാണ് ഓർഡർ ചെയ്തത്.
നല്ല ടേസ്റ്റായിരുന്നു, മോശമൊന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും. ഇത് നോൺ വെജ് ഫുഡ്, ലാമ്പും റൈസും കറി. ഇതെൻ്റെ വെജ് ഫുഡ്, വെജിറ്റേറിയൻ കറിയും റൈസും. പേരറിയാത്ത ഏതോ ഒരു പർവ്വതത്തിന് മുകളിലൂടെ ഫ്ലൈറ്റ് പോവുകയാണ്. ഒടുവിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്തു അബുദാബിക്ക് തൊട്ട് മുകളിലെത്തി. ലാൻഡിങ്ങിൻ്റെ അവസാന 30 മിനിറ്റ് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ചെവിയിൽ ആണി അടിച്ച് കയറ്റുന്ന പോലുള്ള വേദന വരും. എങ്ങനെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്താൽ മതിയെന്ന് ഞാൻ കരുതും. ഒടുവിൽ ലാൻഡ് ചെയ്തു. നല്ല ചെവി വേദനയായിരുന്നു. എന്നിരുന്നാലും ഡെസ്റ്റിനേഷൻ എത്തിയതിൻ്റെ ഒരു ആശ്വാസം. ഇവിടെ നിന്ന് 2 മണിക്കൂറുകൾക്കകം തിരുവനന്തപുരത്തേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാണ്. ഡയറക്ഷനൊക്കെ നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. എന്താ അടിപൊളി എയർപോർട്ടല്ലേ! നമ്മുടെ എയർപോർട്ടും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഡയറക്ഷൻസൊക്കെ വളരെ കൃത്യമായിട്ട്, ഒരുപാട് യാത്രക്കാരുണ്ട്. ഇത് ഏകദേശം രാത്രി 9 മണിയോടായി. ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റ് കണ്ടുപിടിച്ചു, അവിടെ ഇരിപ്പായി. ഒടുവിൽ ഫ്ലൈറ്റ് എത്തി. ഗേറ്റിലൂടെ നമ്മൾ അകത്തേക്ക് കയറുവാണ്. ഞങ്ങളാണ് ഏകദേശം ആദ്യം കയറിയ കുറച്ച് ആൾക്കാർ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഈ യാത്രയിൽ എനിക്കൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി. ഇതായിരുന്നു ഫുഡ്. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. 4 മണിക്കൂർ കഴിഞ്ഞപ്പം ട്രിവാൻഡ്രം എത്തി. എമിഗ്രേഷനിലേക്ക് നടക്കുകയാണ്. പുറത്ത് എന്നെക്കകത്ത് ആരൊക്കെ ഉണ്ടാവും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ട് കാവ്യ വരുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. ഞങ്ങൾ കാറിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനു മുമ്പ് ഒരു സെൽഫി എടുത്ത് ഒടുവിൽ കാറെത്തി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പം സമയം ഏകദേശം 5 മണിയോളമായി. 6 മണിക്ക് ശബരിമലയ്ക്ക് പോകാനുള്ള അയ്യപ്പൻ കെട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ. ഓക്കെ, സി യു.